ബ്ലാസ്റ്റേഴ്സ് ഫാനാന്ന് പറയുമ്പോൾ കളിയാക്കണ ആൾക്കാർക്കാണ് കേട്ടോ ഈ വീഡിയോ. കാരണം കുറേ പേര് ബ്ലാസ്റ്റേഴ്സ് ഫാനാന്ന് പറഞ്ഞപ്പോൾ അയ്യേ എന്ത് ടീമാണ്, ഇപ്പോൾ അവരെന്താണ് കളിക്കണത്, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ഒരു കയറ്റത്തിന് ഒരു ഇറക്കണ്ടാവുമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ ഇത് വിചാരിച്ചാൽ മതി. ഞങ്ങൾക്കുണ്ടായിരുന്നു നല്ലൊരു പ്രൈം സീസൺ, 2021-22 സീസൺ. ഒറ്റ ബ്ലാസ്റ്റേഴ്സ് ഫാനും മറക്കാത്തൊരു സീസണായിരുന്നു അത്. അൽവാരോ വാസ്കസ്, ലൂണ, ഗബ്ര, ഡയസ്, രാഹുൽ, സഹൽ എല്ലാവരും ഇവാനാശാൻ്റെ കീഴിൽ അടിച്ച് പൊളിച്ച് കളിച്ചൊരു സീസൺ. ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസണും അത് തന്നെയാണ് കേട്ടോ. ആ ഒരു സീസണിൻ്റെ ഹോപ്പ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളന്ന് ഫൈനൽ വരെ എത്തി, പക്ഷെ നമുക്ക് ഫൈനൽ വിജയിക്കാനായില്ല. അന്ന് നമുക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഇല്ല അവർ ജയിക്കും 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 എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇപ്പോഴും കളി കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. നമ്മൾ പണ്ട് തൊട്ടേ പറയാറുണ്ടല്ലോ, എന്ത് കാര്യവും നമ്മൾ വീണ്ടും പരിശ്രമിച്ചേ നടക്കുള്ളൂ എന്ന്. എത്രയോ പേരെ എവറസ്റ്റ് കയറാൻ പോയിട്ട് അവർക്ക് പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇല്ലേ? എന്താ അപ്പോൾ ഇതിനെ അതേപോലെ ഒരു സ്പോർട്സ്മാൻ ഫിറ്റോട് കൂടി കാണാത്തത്? എല്ലാവരും ഈ ബ്ലാസ്റ്റേഴ്സ് ഫാനാന്ന് പറയുമ്പോൾ അവർ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ കളിക്കറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണത് എന്തിനാ? നമ്മളും ജയിക്കും എന്തെങ്കിലും, അങ്ങനെ വിചാരിച്ചൂടെ? എന്തെങ്കിലും നമുക്ക് ആ കപ്പ് കിട്ടും എന്നുള്ള ധാരണകളുണ്ടേ. അപ്പം ചിലർ പറയും, ഇപ്പം എത്ര കൊല്ലമായി, 10-11 കൊല്ലമായില്ലേ, നമുക്ക് മാത്രമല്ലല്ലോ ഈ കപ്പ് കിട്ടാത്തത്, കപ്പ് കിട്ടാത്ത വേറെയും കുറേ ടീംസ് കളിക്കണില്ലേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കപ്പ് കിട്ടും, അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ കൊല്ലം, അതല്ലേ നല്ലത്? ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഫുട്ബോളിൻ്റെ ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ്. അതിലാരും തർക്കമൊന്നും പറയില്ലല്ലോ. അപ്പോൾ അത്രയധികം ആൾക്കാരുടെ പ്രാർത്ഥന എന്നെങ്കിലും നിറവേറാണ്ടിരിക്കില്ല. അതാണ് എൻ്റെ ഹോപ്പ്. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതേപോലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് മാത്രം ഈ വീഡിയോ ഉണ്ടായാലും കുഴപ്പമില്ല. ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്തെങ്കിലും എപ്പോഴെങ്കിലും, അതുവരെ കൂടെ ഉണ്ടാവും. എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ കാര്യമാക്കണില്ല. നമ്മൾ ജയിക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും. കുറേ ദിവസമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ പലരും ഇപ്പോൾ പഞ്ചാബിൻ്റെ കൂടെ കളി കഴിഞ്ഞപ്പോൾ അവരുടെ കുറേ ആൾക്കാരില്ലാത്ത കാരണം കൊണ്ടല്ലേ നിങ്ങൾ കളിച്ചത്, ഇനിയിപ്പോൾ ഈ കളിയിൽ 2 റെഡ് കാർഡ് കിട്ടിയില്ലേ, പിന്നെ ഒറ്റ ഗോളിൽ തൂങ്ങിക്കിടന്നിട്ടല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്നൊക്കെ പറയണ കേട്ടു. അപ്പോൾ മറ്റുള്ള ആൾക്കാരും ഒറ്റ ഗോളിൽ കിടന്നിട്ട് ജയിക്കാറില്ലേ? അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടാവാറില്ലല്ലോ. എന്തിനും എപ്പോഴും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് കുറ്റം പറയണത് എല്ലായിടത്തുള്ള കാര്യം. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ജയിക്കും എന്തെങ്കിലും എപ്പോഴെങ്കിലും ജയിക്കും. ഓക്കെ, എന്തൊക്കെയോ വീണ്ടും പറയണമെന്നുണ്ട് എനിക്ക്, പക്ഷേ ഇപ്പം ഇത്രയും പറയാൻ ഓർമ്മ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്നും എപ്പോഴും തോറ്റാലും ജയിച്ചാലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ്.